ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാല ദീനിന്റെ പ്രബോധനം നടത്തിയിട്ട് ആ ജനങ്ങൾ അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചപ്പോ ആ ജനങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പോയിട്ട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണമേ, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി തരും, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണമേ, പശ്ചാത്തപിക്കണമേ, എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് ചെയ്തു തരുന്ന അനുഗ്രഹം എന്തെന്നറിയോ? ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ അവൻ നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരും. മാത്രമല്ല യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. ആവശ്യാനുസരണം നിങ്ങളുടെ മനം കുളിർക്കുമാർ നിങ്ങളുടെ സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും കാലികൾക്കും ഉദരജീവികൾക്കും കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്ന നിലയിലുള്ള മഴ അല്ലാഹു വർഷിപ്പിച്ചു തരുമത്രേ. അതിനെന്താണ് പരിഹാരം? ഇസ്തിഗ്ഫാർ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങലാണ്. അതല്ലാതെ മറ്റൊരു വഴികളും അവിടെ ഇല്ല. ഇസ്തിഗ്ഫാറിലൂടെ, പശ്ചാത്താപത്തിലൂടെ, പാപമോചനത്തിലൂടെ, പ്രായച്ചിത്തത്തിലൂടെ, കണ്ണുനീരോടെ റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മൾ നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കുമ്പോ പടച്ച തമ്പുരാൻ ആകാശത്തിന്റെ വാതിൽ നമ്മുടെ മേൽ തുറന്നു തരും. അങ്ങനെ അള്ളാന്റെ കരുണ നമ്മുടെ നാട്ടിലേക്ക് പെയ്തിറങ്ങും. അതിന് നാം പശ്ചാത്തപിച്ചു മടങ്ങണം. അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ വഴികളൊന്നുമില്ല. അതുകൊണ്ട് നരകം പോലും അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല നാഥനെ. അതാണ് ഹാവിയ എന്ന് പറയുന്ന കൊടും ചൂട്. ആ ഹാവിയ എന്ന് പറയുന്ന നരകത്തിന്റെ അടിമകൾ ആരെന്നറിയുമോ? ദുനിയാവിൽ അമാനത്തിൽ വീഴ്ച വരുത്തുന്നവരാണ്. ഇൻതലിഖൂ ബിഹി ഇലൽ ഹാവിയ. ഹാവിയ എന്ന നരകത്തിലേക്ക് അവരെ തള്ളിയിടണമേ. ഫയുംതലഖു ബിഹി ഇലൽ ഹാവിയ. അങ്ങനെ അവർ കൊടുംചൂടുള്ള ഹാവിയ എന്ന നരകത്തിലേക്ക് എറിയപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇബ്നു മസ്ഊദേ, ഇബ്നു മസ്ഊദേ, അമാ സമിഅതല്ലാഹ യഖൂൽ. അല്ലാഹു പറയുന്നത് നീ കേൾക്കുന്നില്ലയോ ഇബ്നു മസ്ഊദേ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഓതുകയാണ്, ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് നീ കേൾക്കുന്നില്ലയോ ഇബ്നു മസ്ഊദേ? ഏ സ്വഹാബത്തെ, ലോക മുസ്ലിമേ, ലോക സഹോദര സഹോദരി, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തോട് അവതരിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളോട് കൽപ്പിക്കുകയാണ്, അവൻ നിങ്ങളുടെ മേൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിന്റെ അവകാശികൾക്ക് മടക്കി കൊടുക്കണമേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, അൽ വുളു അമാന, ഉളുവെടുക്കൽ അമാനത്താണ്. വസ്സലാത്തു അമാന, നമസ്കാരം അമാനത്താണ്. വൽ കൈലു അമാന, അളക്കൽ അമാനത്താണ്. വൽ വസ്നു അമാന, തൂക്കിയെടുക്കലും അമാനത്താണ്. അളക്കുക, തൂക്കുക, കൊടുക്കുക, വാങ്ങുക, നമസ്കരിക്കുക, വുളുവെടുക്കുക, ഇതെല്ലാം അമാനത്താണ്. അതിലൊക്കെ വീഴ്ച വന്നാലും നാളെ ആഖിറത്തിൽ അതിന്റെ പേരിൽ അള്ളാഹിന്റെ മൂലം നമ്മൾ ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരും. ഇതൊന്നും വീഴ്ച വരാൻ പാടില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീഴ്ച വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മളെയൊക്കെ അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട്. നാളെ നമ്മുടെ ഓരോ ന്യൂനതകളെയും രേഖപ്പെടുത്തുന്ന മലക്കുകൾ ആ ഫൈലുമായിട്ട് അള്ളാഹിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس
معها وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. നാളെ മരിച്ചു പോകുമെന്ന ചിന്ത നമുക്കുണ്ടാകണം. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഈ ലോകത്തിനൊരു പരിസമാപ്തി വേണം, ഈ ലോകത്തിനൊരു അന്ത്യം വേണം, ഈ ലോകം നശിച്ചു പോകണം. എങ്കിൽ മാത്രമേ ഈ മനുഷ്യൻ ചെയ്ത അധർമ്മങ്ങളും അതിക്രമങ്ങൾക്കും നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരികയുള്ളൂ. അതിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള ശിക്ഷ അവൻ ഏറ്റെടുക്കേണ്ടി വരിക. അതിന് ഈ ലോകം അവസാനിക്കണം, ഈ ലോകം അന്ത്യമാകണം. അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതാണ് ഖിയാമത്തിന്റെ വിളിയാളം. ആ വിളിയാളത്തിലൂടെ അല്ലാഹു നമ്മളെ ആഖിറത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വജാത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണത്തെ ഭയപ്പെടാത്ത മനുഷ്യനോട് ചോദിക്കുകയാണ്. മരണത്തെ മതിമറന്ന് ജീവിക്കുന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ ചോദ്യമാണ്. വജാത് സക്രത്തുൽ മൗതി ബിൽ ഹഖ്. മരണം അതിന്റെ യാഥാർത്ഥ്യവുമായി നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, നിന്റെ ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോ, നീ ഏതൊരു ഭാഗത്താണോ ആ ഭാഗത്ത് മരണം നിന്നെ മാടി വിളിക്കുമ്പോ, നീ മരിക്കുമെന്ന് നീ ചിന്തിച്ചിരുന്നവനെയല്ല. ഞാൻ യുവാവാണ്, എനിക്ക് വയസ്സ് 25, ഞാനിപ്പോൾ മരിക്കുകയില്ല, ഞാൻ വയസ്സായിട്ടേ മരിക്കുകയുള്ളൂ, ഞാൻ 70 വയസ്സ് വരെ ജീവിക്കും, അങ്ങനെ നരച്ചിട്ടാണ് ഞാൻ മരിച്ചു പോവുക. അതുകൊണ്ട് ഞാൻ 50-60 വയസ്സ് വരെ എന്ത് തോന്നിയ വാസവും തമ്മാടിത്തരവും ഈ നാട്ടിൽ ഞാൻ ചെയ്യുമെന്ന് ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ മരണത്തിലേക്ക് നിന്നെ മാടി വിളിക്കപ്പെടുമ്പോ അതാ മലക്ക് വന്ന് നിന്നോട് ചോദിക്കുകയാണ്, ഈ മരണം നീ ഉദ്ദേശിച്ചതായിരുന്നില്ലേ, ഇതിനെ നീ നിഷേധിച്ചതല്ലേ? ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമെന്ന് എനിക്കിപ്പോ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ ചെറുപ്പക്കാരനല്ലേ, ഞാൻ ഇപ്പൊ മരിക്കൂലല്ലോ. എത്രയെത്ര ചെറുപ്പമാണ് ഈ റോഡിലൂടെ പിടഞ്ഞു മരിച്ചു വീഴുന്നത്. ഈ കാണുന്ന പുഴയിൽ എത്രയെത്ര ചെറുപ്പക്കാരാണ് മരിച്ചു വീഴുന്നത്. എത്രയെത്ര സഹോദരങ്ങൾ നമുക്കറിയാൻ കഴിയുമോ? ചെരുപ്പിന്റെ വാറ് പോലെയാണ് മരണം നിന്നെ അനുഗമിക്കുന്നത്. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെപ്പോഴും ആകാം, എങ്ങനെയും ആകാം, എവിടെ വെച്ചുമാകാം. അതിനൊരു കാലമില്ല, അതിനൊരു സമയമില്ല, അതിനൊരു ആയുസ്സില്ല, അതിനൊരു വയസ്സില്ല. അത് ഏത് സമയത്തും എപ്പോഴും ആകാമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും നബിതങ്ങളുടെ തിരുവചനങ്ങളിലൂടെയും പറയുമ്പോ ആ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ്, ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഈ മരണത്തെ നീ നിഷേധിച്ചവനല്ലേ, അതാ എത്തിയിരിക്കുന്നു. വജാത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖു വശഹീദ്. മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകുന്നത് അല്ലാഹുവിന്റെ ദർബാറിലേക്കാണ്. പിന്നെ അവന്റെ അവസ്ഥയെക്കുറിച്ച് അവന്റെ ഭാര്യ അറിയുന്നില്ല, അവന്റെ ഭർത്താവ് അറിയുന്നില്ല, അവന്റെ ഉപ്പ അറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല, അവന്റെ നാട്ടുകാര്, കുടുംബക്കാര്, സുഹൃത്തുക്കള്, ഉറ്റവര്, ഉടയവര്, ബന്ധുക്കള്, അയൽവക്കക്കാര് ആരും അറിയുന്നില്ല. ഇവനെ കൊണ്ടുപോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. ഇവനെ കൊണ്ടുപോകുമ്പോ ഇവൻ തനിച്ചല്ല പോകുന്നത്, ഇവനോടൊപ്പം 2 പേര് കൂടെയുണ്ടാകുമത്രേ. വജാത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖു വശഹീദ്. ദുനിയാവിൽ വെച്ച് അഹങ്കാരം ചെയ്ത സഹോദര സഹോദരി, അതെല്ലാം എഴുതി രേഖപ്പെടുത്തിയ മലക്കുണ്ടല്ലോ, ആ മലക്കുകൾ ഫൈലുമായി നിന്നോടൊപ്പം ഉണ്ടാകും. വശഹീദ്,
നീ ചെയ്ത ഓരോ പ്രവർത്തനം, നാം ചെയ്ത ഓരോ പ്രവർത്തനത്തിന് മലക്ക് സാക്ഷ്യമാണ്, സാക്ഷ്യമാണ്, സാക്ഷ്യമാണ്. ആ സാക്ഷിയായ മലക്കും നമ്മോടൊപ്പം ഉണ്ടാകും. നമ്മെ നയിച്ചു കൊണ്ടുപോകാൻ ഒരു മലക്കുമുണ്ടാകും. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഫയലുകൾ നമ്മുടെ കൈകളിൽ നിന്ന് ആ മലക്കുകൾ സൂക്ഷിച്ചു വാങ്ങിക്കൊണ്ട് അള്ളാന്റെ ദർബാറിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. ഓരോ ആത്മാവിനോടൊപ്പം ഉണ്ടാകും. അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു മലക്ക്. ദുനിയാവിൽ അവൻ ചെയ്ത ഓരോ തെറ്റുകുറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മലക്ക്. രണ്ടുപേരുണ്ടാകും. ഇവിടുത്തെ ജയിലിൽ കണ്ടിട്ടില്ല, പോലീസ് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ കോടതിയിലേക്ക് കൈവിലങ്ങ് വെച്ചുകൊണ്ടുപോകുമ്പോ രണ്ടുപേര്, ഒരു പോലീസ് വലതു ഭാഗത്തും ഒരു പോലീസ് ഇടത് ഭാഗത്തും, ഗൺമാനുമായിട്ട് ഇങ്ങനെ രണ്ടുപേര്. അപ്പൊ ഇങ്ങനെ രണ്ട് കൂട്ടർ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്നത് പോലെ ഇവനെ അള്ളാന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്കല്ല, രണ്ട് മലക്കുകളുടെ സാന്നിധ്യത്തിൽ നേരെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അള്ളാഹ് ചോദിക്കാണ്, എങ്ങോട്ട് കൊണ്ടുപോവാണ്, എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? ഇപ്പൊ നമ്മൾ ഇതൊന്നും വാത് പറഞ്ഞാലോ ആയത്തോതിയാലൊന്നും കേറൂല, ഉള്ളിലേക്ക് കയറൂല. ആ സമയത്ത് ഇവൻ നിലവിളിക്കും, എന്നെ എങ്ങോട്ട് കൊണ്ടുപോകും? അപ്പോൾ മലക്കൾ അവനോട് പറയും, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക് ഫകശഫ്നാ فبصرك اليوم حديد. ദുനിയാവിൽ അശ്രദ്ധനായി കഴിഞ്ഞവനല്ലേ നീ? പള്ളിയുടെ ഓരത്ത് താമസിച്ചിട്ട് ബാങ്ക് വിളി കേട്ടിട്ട് പള്ളിയിൽ പോകാത്തവനല്ലേ നീ? പരിശുദ്ധമായ റമദാൻ സമാഗതമായിട്ട് റമദാനിന്റെ രാപ്പകലുകളിൽ കുടിച്ച് രസിച്ച് രമിച്ച് കളിച്ച് ജീവിച്ചവനല്ലേ നീ? സാമ്പത്തികമായി കഴിവുകൾ ഉണ്ടായിട്ട് സാധിക്കളുടെ അവകാശമെന്ന നിലയിൽ സക്കാത്ത് കൊടുക്കാത്തവനല്ലേ നീ? അള്ളാഹു നിനക്ക് ആയുസ്സും ഊർജവും ഓജസ്സും തേജസ്സും നൽകിയിട്ട് അത് റബ്ബിന് വേണ്ടി സമർപ്പിക്കാത്തവനല്ലേ നീ? എത്രയെത്ര പാഠങ്ങളാണ് നിന്റെ മുന്നിൽ വന്നിട്ട് അതെല്ലാം പുച്ഛിച്ച് തള്ളിയവനല്ലേ നീ? ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. നാളെ നിന്നെ തെളിച്ചു കൊണ്ടുവരുമെന്ന ഈ ഭയാനകത നിറഞ്ഞ ഈ മൈശറാവൻ സമ്മേളന നഗരിയിലേക്ക് മനുഷ്യ നിന്നെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നീ കേട്ടിട്ട് അത് നീ പുച്ഛിച്ച് തള്ളിയവനല്ലേ? ഫകശഫ്നാ അൻക ഗിതാഅക് ഫബസറുക അൽയൗമ ഹദീദ്.